കുഞ്ഞുകുട്ടികൾ കഷായം കുടിക്കണമെങ്കിൽ ഒരു നുള്ളു മധുരം കയ്യിൽ കരുതണം. വ്യാകരണം ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും കയ്പൻ കഷായം കുടിക്കുന്ന അനുഭവമാണ് കുട്ടികൾക്കുണ്ടാവാറ്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അടൂരിന്റെ ഇംഗ്ലീഷ് വ്യാകരണ പഠന പരിപാടിയുടെ പേര് സ്വീറ്റ് ഗ്രാമർ എന്നാണ്. മധുര വ്യാകരണം. വ്യാകരണം ഇവർക്ക് മധുരമാണോ എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സ്വാഗതം ചെയ്യാം കാസർഗോഡ് ജില്ലയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അടൂരിനെ ഹരിത വിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അടൂരിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. നമസ്കാരം. അടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട 4 അമ്പലങ്ങളിലൊന്നായ അടൂർ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിനടുത്തായിട്ടാണ് നമ്മുടെ ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. 5.5 ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂളില് 1543 വിദ്യാർത്ഥികളും 63 സ്റ്റാഫുകളുമാണുള്ളത്. 2 മാധ്യമങ്ങളാണ് ഈ സ്കൂളിലുള്ളത്, കന്നഡയും മലയാളവും. ഈ സ്കൂളിലെ കുട്ടികൾ പല ഭാഷകളിൽ സംസാരിക്കുന്നവരാണ്. ഈ സ്കൂളിന് ചുറ്റും താമസിക്കുന്നവർ മലയാളം, കന്നഡ, തുളു, മറാഠി, കൊങ്കിണി തുടങ്ങിയ ഭാഷകൾ സംസാരിക്കുന്നവരാണ്. സർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അടൂർ എന്നിവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, അടിസ്ഥാന സൗകര്യങ്ങൾ, അതുപോലെ സാങ്കേതിക രംഗത്തുള്ള മികവ്, അതുപോലെ മറ്റൊന്ന് പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. ആദ്യമായി അക്ബർ സർ. 8ാം ക്ലാസ്സിലുള്ള അഹല്യയോടാണ്. ഈ യൂറി നഗീബിൻ എന്നൊരു പേര് കേട്ടിട്ടുണ്ടോ? 8ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? എവിടെയോ കേട്ടിട്ടുണ്ടോ? തൊടുമ്പോലെ മനസ്സിൽ എവിടെയോ വന്ന് തൊടുമ്പോലെ മറന്നുപോയി. കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ആ, ഈ ശിശിരത്തിലെ ഓക്കുമരം എന്ന് കേട്ടിട്ടുണ്ടോ? അതെങ്ങനെ കേട്ടു? ഇപ്പൊ കേട്ടാണോ? ശിശിരത്തിലെ ഓക്കുമരം നേരത്തെ കേട്ടിട്ടുണ്ട്. യൂറി നഗീബിൻ ഇപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് കേൾക്കുന്നത്. എന്താണ് ശിശിരത്തിലെ ഓക്കുമരം എന്ന് പറഞ്ഞാല്? ടീച്ചറും സ്റ്റുഡന്റും ആയിട്ടുള്ള ഒരു കഥയാണ് അത് പോകുന്നത്. ഒരു ക്ലാസ്സില് വ്യാകരണത്തില് ശിശിരത്തിലെ ഓക്കുമരം എന്നുള്ളത് ഒരു പദം പറയാൻ പറഞ്ഞപ്പോ അവർ വിശേഷണം ചേർത്ത് പറഞ്ഞു. അപ്പൊ കുട്ടി എവിടെയാ കഥ നടക്കുന്നത്? അത് എവിടെയാണ് കഥ നടക്കുന്നത്? മഞ്ഞൊക്കെ എന്തെങ്കിലും വരാത്തത്? പിന്നെ കന്നഡ സംസാരിക്കാൻ അറിയാവോ? അറിയുന്ന ആരാ ഉള്ളത് അതിനകത്ത്? കന്നഡക്കാരി. സ്വസ്തിക. കന്നഡയിലൊന്ന് പറഞ്ഞട്ടെ. ഇന്നലെ അവിടെ നിന്ന് പുറപ്പെട്ട് ഇവിടെ വരെ എത്തിയ കാര്യം ഒരു 4 വാചകത്തിൽ ഒച്ചത്ത് പറയണം. ഇവിടെ ഇവർക്കൊക്കെ കന്നഡ അറിയാം കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ನಾವು ಕಾಸರಗೋಡಿಂದ 7:40 ರೈಲಿಗೆ ಹೊರಟೆವು. ಬರುವಾಗ ಕ್ರಿಸ್ಮಸ್ ಆದ್ದರಿಂದ ತುಂಬ ಕ್ರಿಸ್ಮಸ್ ಟ್ರೀ ಮತ್ತು ಹೂಗೊಚ್ಚಗಳು, ಕ್ರಿಸ್ಮಸ್ ಹೂಗೊಚ್ಚಗಳೆಲ್ಲ ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಯಿತು. ಬರೋವಾಗ ತುಂಬ ಫ್ರೆಂಡ್ಸನ್ನು ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಯಿತು. ಮತ್ತು ವಿವಿಧತೆಯಲ್ಲಿ ಏಕತೆ ಎಂಬಂತೆ ಬೇರೆ ಬೇರೆ ವಿಭಾಗದಲ್ಲಿ ಪಟ್ಟ ಜನರು ಒಂದೇ ಟ್ರೈನಲ್ಲಿ ಕುಳಿತುಕೊಂಡು ಬರುವಾಗ ನಾವು ಅವರ ಒಟ್ಟಿಗೆ ಮಾತಾಡಿ ಅವರ ನಾಡಿನ ವಿಷಯಗಳನ್ನು ಹಂಚಿಕೊಳ್ಳಿಕ್ಕೆ ಸಾಧ್ಯ ಆಯಿತು. എന്താണ് മാതാടിയത്? അതെ. അവസാനമായിട്ട് ഒരു ചോദ്യം. തുളു അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഇതില്? തുളു ആരൊക്കെയാണ് അറിയാ? മാഷ് ഒരു തുളുവിലുള്ള ഒരു ഗാനം ഞങ്ങളുടെ എല്ലാവർക്കും വേണ്ടി. സാറിന് മാഷുമാരെ കൊണ്ട് ഞങ്ങൾ ഇടപെടിക്കാറില്ല. ഞങ്ങൾക്ക് തുളു അറിയുന്ന ഒരാളെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് വെറുതെ വിടുന്നത് ശരിയല്ല. ഗണ്ടോത്ത ഗടിട്ട് ഈച്ച മുങ്കളി നായ് വർപ്പുണ്ണ മുങ്കളി പാറിട്ടെങ്കിട്ട് ദിത്തിരി തിരി ദിരി രേ ദിരി രേ രേ 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 మెత్తప చువోను కొరపళ గరూరావు పుండు కొరపళ దప్పక చువోను కొరపళ కెరంజిరావు పుండు ഗരുരാവ് മണത്താണി നമ്മളറാക്കണോ ഗരുരാവ് മണത്താണി നമ്മളറാക്കണോ ദിത്തിരി തിരി ദിരി രേ ദിരി രേ രേ ദിത്തിരി തിരി ദിരി രേ ദിരി രേ രേ
ദിത്തിരി തിരി ദിരി രേ ദിരി രേ രേ ദിത്തിരി തിരി ദിരി രേ ദിരി രേ രേ. ഇത്തിരി തിരി. വളരെ സന്തോഷം. സ്വസ്തിക എത്ര ഡോക്യുമെന്ററി കണ്ടു? ഞാൻ എന്തെങ്കിലും തെറ്റ് വരും, കന്നഡ മീഡിയം. കന്നഡ മീഡിയത്തിൽ കാണിക്കാറില്ലേ? ആ കന്നഡ മീഡിയത്തിൽ കാണിക്കാറില്ലേ? കാണിക്കാറ്. കാണിക്കും. ആൻറ്റി ടൊബാക്കോന്റെ കന്നഡ വേർഷൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷിന്റെ ഒരു 2 ജെന്റിൽമാൻസ് ഓഫ് വെറോന. പിന്നെ ടു ജെന്റിൽമാൻസ് ഓഫ് വെറോന. Mans of Verona. സോറി, മെൻ ഓഫ് വെറോന. പിന്നെ ഇംഗ്ലീഷിൽ തന്നെ ഒരു അനിരുദ്ധൻ. ഒന്നും മിണ്ടാതിരിക്കുകയാണല്ലോ. എന്തൊക്കെ ഡോക്യുമെന്ററികളാണ് കണ്ട? എനിക്കൊന്ന് പറഞ്ഞുതരൂ. ആൻറ്റി ടൊബാക്കോ ക്യാമ്പയിൻ. ഇതെല്ലാവരും കണ്ടു. ആൻറ്റി ടൊബാക്കോ ക്യാമ്പയിൻ. അതെന്താ നിങ്ങളുടെ സ്കൂളിൽ ടൊബാക്കോയുടെ ഉപയോഗം അത്ര കൂടുതലാണോ? ഉണ്ട്. സ്കൂളിൻ്റെ പരിസരത്ത് പുകയില വിൽപ്പനശാലകളുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് കുട്ടികൾ അത് ഉപയോഗിക്കുന്നത്? എണ്ണം കൂടുതലാണോ? ഇപ്പോൾ ഞങ്ങൾ ഈ CD കാണിച്ച് ബോധവൽക്കരണം നടത്തിയതിന് ശേഷം കുറഞ്ഞിട്ടുണ്ട്. അത് ഈ കുട്ടികൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ആ കടകളിലേക്ക് പോകുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരുന്നു. ഒരിക്കലും ഇങ്ങനെ അഡിക്ഷൻ വന്ന കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ സ്കൂളിലുണ്ടോ? ആൻറ്റി ഡ്രഗ് ഫോഴ്സ് എന്ന് പറഞ്ഞ് ഒരു ടീമുണ്ട്. അവർ ഇത് ഉപയോഗിക്കുന്ന കുട്ടികളുടെ പേര്. എന്താണ് ഇത് ഉപയോഗിക്കുന്നുണ്ടുള്ള കുഴപ്പം? എന്താണ് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ വരുന്നു. മാരക രോഗം എന്ന് വെച്ചാൽ? ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ ഈ ഡോക്യുമെൻ്ററി എല്ലാവരെയും കാണിച്ചു. ഈ നിങ്ങളുടെ സ്കൂളിൻ്റെ വലിയൊരു ശക്തിമേഖല സാങ്കേതിക മികവാണ്. ഞാനവിടെ കമ്പ്യൂട്ടറൊക്കെ കണ്ടു. ആരാണ് എനിക്ക് പറഞ്ഞു തരിക നിങ്ങൾ ഈ കമ്പ്യൂട്ടർ എല്ലാം വെച്ച് എന്താ ചെയ്യുന്നതെന്ന്? ഹൈസ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഇമെയിൽ ID ഒക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെ ചെയ്യും കുട്ടികൾ? സാങ്കേതിക മികവുള്ളൊരു സ്കൂളല്ലേ, എന്തൊക്കെ ചെയ്യും കുട്ടികൾ? സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഇമെയിൽ ID ഉണ്ട്. അത് കൂടാതെ തന്നെ ഞങ്ങൾ സ്കൂളിൻ്റെ ബ്ലോഗിലും സ്കൂൾ വിക്കിയിൽ 4 ഓപ്ഷൻസ് ഉള്ളത് മൊത്തം ഞങ്ങൾ 4 പേജും ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൽ 1-2 ഫില്ല് ചെയ്ത് വരുന്നതേ ഉള്ളൂ. എന്തായി ഫില്ല് ചെയ്തിരിക്കുന്നത്? നാടോടി വിജ്ഞാനകോശം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ നമ്മളവിടെ ഉപയോഗിക്കുന്നത് പ്രാദേശിക മലയാളമാണ്. അതും അതിൻ്റെ ഒറിജിനൽ മലയാളവും വെച്ചൊരു പ്രാദേശിക ഭാഷാ നിഘണ്ടു. ഉദാഹരണം പറയുമോ? അത് കേൾക്കാനുള്ളൊരു കൗതുകം കൊണ്ടാണ്. ഞങ്ങൾ അവിടെ കട എന്നുള്ളത് പീഡിയ എന്നാ പറയല്. അത് കൂടാതെ എഴുതി എന്നുള്ളത് എഴുതി എന്ന് പറയും. അതൊക്കെ ഞങ്ങളും പറയുന്നതാണ്. അങ്ങനെ ഒത്തിരി ഭാഷ പറയാം. അത് ചെയ്തു. വേറെ എന്ത് ചെയ്ത് ഫില്ല് ചെയ്ത്? ഈ വിദ്യാരംഗം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുട്ടികൾ വിദ്യാരംഗത്ത് തയ്യാറാക്കിയ കവിതകൾ ടൈപ്പ് ചെയ്തു. അപ്പൊ ഈ കന്നഡ മീഡിയത്തിലുള്ളവർ എന്ത് ചെയ്യുന്നു? കന്നഡ കവിത ഇടാനുണ്ട്. ഞാനും ഇട്ടിട്ടുണ്ട്. കന്നഡ സ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്യുമോ നിങ്ങളപ്പോൾ? അക്ഷരം ടൈപ്പ് ചെയ്യും. കന്നഡ സ്ക്രിപ്റ്റ് ചെയ്യും. ഏതാ അത് ഉപയോഗിക്കുന്നത്? ഏത് സ്ക്രിപ്റ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ಕನ್ನಡ ಆಲ್ಫಬೆಟ್ಸ್. ಕನ್ನಡ ಆಲ್ಫಬೆಟ್ಸ್ ಏನು ಯೂಸ್ ಮಾಡ್ತಾರೆ? ಸ್ಕ್ರಿಪ್ಟ್ ಒಂದು ಹೆಸರಿದೆ ಅಲ್ವಾ? ವ್ಯಂಜನಾಕ್ಷರ, ಸ್ವರಾಕ್ಷರಗಳು, ವ್ಯಂಜನಾಕ್ಷರ. ಅದು ഏത് സ്ക്രിപ്റ്റാണ് യൂസ് ചെയ്യുന്നത്? അറിയില്ല. നിങ്ങൾ IT കോർഡിനേറ്റർ ചോദിച്ചു നോക്കണം. കന്നഡയിൽ 2-3 സ്ക്രിപ്റ്റ് ഉണ്ട് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ. ഏതാണ് നിങ്ങളുടെ സ്കൂളിൽ ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഈ ക്വസ്റ്റനെയർ ഇതെങ്ങനെയാണ് നിങ്ങൾ പൂരിപ്പിച്ചത്? അവിടെ ടീച്ചേഴ്സ് തന്നെ ചെയ്യായിരുന്നു ആണോ? നമ്മളെ SRG കൂടി അതിൽ ചർച്ചയിൽ ആലോചിച്ച് ചെയ്തതാണ്. സ്റ്റാഫ് കൗൺസിൽ ചേർന്ന്. എന്നെ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി, ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ ഒന്നുപോലും നിങ്ങൾ വളരെ മെച്ചം എന്ന് പറഞ്ഞിട്ടില്ല. പലതും ഇല്ല, ചിലത് സാമാന്യമായി, ചിലത് മെച്ചം, വളരെ മെച്ചം എന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം നിങ്ങളുടെ ഒരു സ്ട്രെങ്ത്താണ് എന്ന് തോന്നിയത്? നമ്മൾ എല്ലാ മേഖലകളിലും ഒരുവിധം സൗകര്യങ്ങൾ നമ്മുടെ സ്കൂളിലുണ്ട്. പക്ഷേ ഇതിനേക്കാൾ നിങ്ങൾക്ക് മെച്ചമുള്ള മറ്റ് മേഖലകൾ കാണണമല്ലോ, ഇല്ലേ?
നമ്മളെ ഉള്ള സൗകര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നു. അത് നല്ലത് തന്നെ, അത് നല്ലത് തന്നെ. പക്ഷെ നിങ്ങളുടെ ബെസ്റ്റ് മേഖല പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ മെച്ചം എന്ന് തോന്നുന്ന മേഖലകളല്ലേ പറയേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് സയൻസ് ലാബില്ല, ഗണിത ലാബില്ല, ലാംഗ്വേജ് ലാബില്ല, സാമൂഹ്യ ശാസ്ത്ര ലാബുണ്ട് സർ. പക്ഷേ ഇല്ല എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്, നിങ്ങൾ തന്നെയാണോ ഇത് ഫില്ല് ചെയ്തത്? ലാബുണ്ട് സർ, പക്ഷെ നമ്മുടെ അവിടുത്തെ പ്രത്യേകത ഇപ്പോൾ സയൻസ് ലാബ്, കമ്പ്യൂട്ടർ ലാബ് ഇതൊക്കെ സാധാരണ ക്ലാസ് മുറികളെ തന്നെയാണ് ഇങ്ങനെയുള്ള ലാബുകളാക്കി നമ്മൾ ഉള്ള സൗകര്യം വെച്ച് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഒരു മുറിയിൽ വെച്ചിരിക്കുകയാണ്, എന്നിട്ട് ക്ലാസ്സിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നില്ലേ? അല്ല സർ, കാണിക്കാനായിട്ട് അല്ല, ലാബിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കുട്ടികളെ. അല്ല, അപ്പോൾ ലാബുണ്ട്. അതായത് ലാബിനായിട്ട് നിർമ്മിച്ച ഒരു കെട്ടിടമല്ല, ഒരു മുറിയുണ്ടല്ലോ. മുറിയുണ്ട്, ലാബുണ്ട്. ഫിസിക്സ് ലാബ് എന്ന് പറഞ്ഞൊരു മുറിയുണ്ട്. ഫിസിക്സ് ലാബല്ല, എല്ലാ സബ്ജക്റ്റുകൾക്കും കൂടെ ചേർന്ന് ഒരു സയൻസ് ലാബ്. പക്ഷെ എന്നാലും അത് ഇല്ല എന്നാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. എന്താണ് എൻഡോസൾഫാൻ പ്രശ്നം? പെട്ടെന്ന് പറയൂ. കശുമാവിൻ തോട്ടത്തിലേക്ക് എൻഡോസൾഫാൻ തെളിക്കുമ്പം അത് മനുഷ്യൻ ഭക്ഷിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിലേക്ക് പകരുകയും അത് ആ പ്രശ്നമുള്ള കുട്ടികൾ നിങ്ങളുടെ ഗ്രാമത്തിലുണ്ടോ, നിങ്ങളുടെ പഞ്ചായത്തിൽ, നിങ്ങളുടെ സ്കൂളിൽ എന്തെങ്കിലും? നിങ്ങൾക്ക് എല്ലാ 3 മാസം കൂടുമ്പോഴും നഴ്സ് വന്ന് പരിശോധിക്കുന്നുണ്ട്. ഏതൊക്കെ കുട്ടികളെ ഐഡന്റിഫൈ ഉണ്ടോ നിങ്ങളുടെ അവിടെ? +2 ഹയർ സെക്കൻഡറിയിൽ ഒരു കുട്ടിയും ഹൈസ്കൂളിൽ ഒരു കുട്ടിയും ഇപ്പൊ ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ട്. എന്താ ലക്ഷണം വരുന്നത്? ചോര, ഇങ്ങനെ ഛർദിക്കുകയും പിന്നെ തളർച്ച. അല്ല, അത് എൻഡോസൾഫാൻ കൊണ്ടാണെന്ന് ആരും പറഞ്ഞോ? എൻഡോസൾഫാന്റെ ചെറിയ ലക്ഷണങ്ങളാണെന്ന് സൂചന. നിങ്ങൾ അവിടെ പോയോ? അന്മഗജയിൽ പോയോ? ആ സ്വർഗ്ഗയിലോ അന്മഗജയിലോ എവിടെ പോയോ? പോയിട്ടില്ല. ഈ ജിയോജിബ്ര പറഞ്ഞല്ലോ, ജിയോജിബ്ര തന്നെ ഉപയോഗിക്കുന്നുണ്ടോ? ഇപ്പോൾ ചില കൺസ്ട്രക്ഷനൊക്കെ ചെയ്യാറായോ ജിയോജിബ്രയിൽ? എല്ലാവരും ആയി. അതിൻ്റെ പുറകിൽ ഉപയോഗിക്കുന്ന ജിയോജിബ്രയുടെ പുറകിലൊരു കമ്പ്യൂട്ടർ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. അത് ഏത് കമ്പ്യൂട്ടർ ഭാഷയാണെന്ന് അറിയാമോ? നിങ്ങളിപ്പോൾ ഇത് പഠിക്കണില്ലേ? 8ാം ക്ലാസ്സിൽ പൈത്തണല്ലേ പഠിക്കണില്ലേ? 8ാം ക്ലാസ് ഇപ്പോൾ തുടങ്ങിയില്ലേ? അത് ഇല്ല, അത് പുതിയ പുസ്തകത്തിൽ ഇവരായിട്ടില്ല. ആയിക്കോട്ടെ. അപ്പോൾ ഈ ജിയോജിബ്രയുടെ പുറകിൽ എന്താ ഭാഷ എന്നറിയോ? അത് ഞങ്ങൾ ചോദിച്ചില്ല. അതൊന്ന് ചോദിക്കണം. അല്ല, നമുക്കിനി കമ്പ്യൂട്ടറിലൊക്കെ വരുമ്പോൾ ഒരു പ്രയാസം എന്താ അറിയോ? ഈ കമ്പ്യൂട്ടർ കുറേ കഴിയുമ്പോൾ ഒരു കറുത്ത വെട്ടിയാണ്. അതൊരു മന്ത്രവാദം ചെയ്യുന്ന പോലെ ഇരിക്കും. അങ്ങനെയല്ല, ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് സൂക്ഷ്മമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താ അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ കണക്ക് മാത്രമല്ല ഐടിയും കൂടി നമ്മൾ പഠിക്കുന്നത്. ആയിക്കോട്ടെ, ഇനി ചോദിക്കാം, നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അടൂറിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ് അടുത്തതായിട്ട്. അതിനു മുൻപായി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. സ്വസ്തിക, ഞാനൊരു സെന്റൻസ് പറയാം, അത് ഇയാളുടെ ലാംഗ്വേജിലൊന്ന് പറഞ്ഞുതരാവോ? തുളുയിലെ കന്നഡ. ഓ, ഓപ്ഷൻസ് ഉണ്ടല്ലേ? ഓപ്ഷൻസ് ഉണ്ട്. രണ്ടും പ്രമിതക്ക് അറിയാത്തതുകൊണ്ട് ഏതാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, കന്നഡയിൽ പറഞ്ഞു. കന്നഡ മീഡിയം അല്ലേ? അപ്പൊ അതില് പറഞ്ഞാൽ മതി. എന്റെ കഴുത്ത് വേദനിക്കുന്നു. ನನ್ನ ಕುತ್ತಿಗೆ ನೋವಾಗುತ್ತಿದೆ. ನನ್ನ ಕುತ್ತಿಗೆ ನೋವಾಗುತ್ತಿದೆ. ನನ್ನ ಕುತ್ತಿಗೆ ನೋವಾಗುತ್ತಿದೆ. ನನ್ನ ಕುತ್ತಿಗೆ ನೋವಾಗುತ್ತಿದೆ. ആൻഡ് ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് സർ. സർ ഇവിടെ നിന്ന് സാറിനെ നോക്കി നന്ന കുത്തികെ നോവാ കുത്തികെ. ഞാൻ കുറച്ച് പൊക്കം കൂടുതലായതുകൊണ്ടും സാർ വളരെ പൊക്കം കുറവായതുകൊണ്ടും നന്ന കുത്തികെ നോവാ കുത്തികെ. അപ്പോൾ ഞാനും പഠിച്ചു. മറ്റൊരു ഗുണം ഹരിത വിദ്യാലയത്തിലൂടെ ഞാൻ കന്നഡ പഠിച്ചു. കന്നഡ റൈറ്റ്? ഓക്കെ. അതിന് തുളുവിലാണെങ്കിൽ എന്നാ കെക്കില് നേടാപ്പണു. ഓ, എന്നെ എന്നാ കെക്കില് എക്കിലോ കെക്കില് വേണ്ട, എന്റെ കഴുത്ത് വേദനിക്കുന്നു, അത് മതി. മലയാളമാണ് ഏറ്റവും നല്ലത് ഇപ്പൊ മനസ്സിലായി. ചുമ്മാ പറയാം കേട്ടോ. അപ്പൊ ഇനി ഗ്രേഡ്സ് ചോദിക്കാം. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അടൂരിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 85 out of 100.